പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. യൂറോപ്യൻ യൂണിയൻ വിപണികളിൽ നേരിടുന്ന വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കണമെന്ന് പീയൂഷ് ഗോയൽ. സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധിയുമായി ഗോയൽ ചർച്ച നടത്തി. യൂറോപ്യൻ യൂണിയൻ വിപണികളിൽ ആഭ്യന്തര വ്യവസായം നേരിടുന്ന തടസ്സങ്ങൾ ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയും പ്രശ്നം പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും യൂറോപ്യൻ കമ്മീഷണർ ഓഫ് ട്രേഡ് ആൻഡ് ഇക്കണോമിക് സെക്യൂരിറ്റി മാരോ സെഫ്കോവിച്ചും ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി സംബന്ധിച്ചും ചർച്ച ചെയ്തു. താരിഫ് ഇതര തടസ്സങ്ങൾ വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന് മന്ത്രി ഗോയൽ പറഞ്ഞു. ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അധികം വൈകാതെ ഒപ്പുവയ്ക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാര രംഗം. ഇന്ത്യക്ക് ഏറെ ഗുണകരമാകും ഈ കരാർ എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങിന് ഫീസ് ഏർപ്പെടുത്തുന്നു. ജനുവരി മുതൽ ഫീസ് ഈടാക്കും. നിലവിൽ EV ചാർജിംഗ് സൗജന്യമാണ്. DC ചാർജറുകൾക്ക് കിലോവാട്ടിന് വാറ്റിന് പുറമെ 1.20 ദിർഹവും AC ചാർജറുകൾക്ക് കിലോവാട്ടിന് 70 ഫീൽസുമാണ് ഈടാക്കുക. സർക്കാർ ഉടമസ്ഥതയിൽ പുതിയതായി ആരംഭിച്ച ഇലക്ട്രിക് വാഹന ചാർജിംഗ് ശൃംഖലയായ UAEV ആണ് ഫീസ് നിരക്കുകൾ പ്രഖ്യാപിച്ചത്. ചാർജിംഗ് സ്റ്റേഷനുകൾ എവിടെയൊക്കെയാണ് എന്നറിയാൻ UAEV എന്ന പേരിൽ പ്രത്യേക മൊബൈൽ ആപ്പ് പുറത്തിറക്കും. 2030 നഗരത്തിലെ പ്രധാന സ്ഥലങ്ങൾ, ഹൈവേകൾ എന്നിവ കേന്ദ്രീകരിച്ച് ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 1000 ഉയർത്തും. മെയ് മാസത്തിലാണ് താരിഫുകൾ ആദ്യം പ്രഖ്യാപിച്ചതെങ്കിലും EV ചാർജിംഗ് സേവനങ്ങൾ സൗജന്യമായി തുടരുകയാണ്. എന്നിരുന്നാലും അടുത്ത വർഷം മുതൽ നിരക്കുകൾ ഈടാക്കി തുടങ്ങും. ഈ നീക്കം നെറ്റ്വർക്കിന്റെ വളർച്ചയും സുസ്ഥിരതയും പിന്തുണയ്ക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി US. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യയുൾപ്പെടെ 192 രാജ്യങ്ങളിൽ നിന്നുള്ള 2,70,000 അനധികൃത കുടിയേറ്റക്കാരെയാണ് നാടുകടത്തിയത്. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കഴിഞ്ഞ 12 മാസത്തിനിടെ ഇന്ത്യ ഉൾപ്പെടെ 192 രാജ്യങ്ങളിലേക്ക് 2,70,000-ലധികം ആളുകളെ നാടുകടത്തി. ഒരു ദശാബ്ദത്തിനിടെ ഏറ്റവും ഉയർന്ന വാർഷിക കണക്കാണിത്. രാജ്യത്തെ ആളുകളെ നിയമവിരുദ്ധമായി നീക്കം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തമുള്ള പ്രധാന സർക്കാർ ഏജൻസിയായ ICE സെപ്റ്റംബർ 30 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ 2,71,484 പേരെ നാടുകടത്തി. ഒരു വർഷം മുമ്പ് ഇതേ കാലയളവിൽ 1,42,580 ആയിരുന്നു. നാടുകടത്തൽ ഫ്ലൈറ്റുകളുടെ വർധനവും ഗ്വാട്ടിമാല, ഹോണ്ടുറാസ്, എൽ സാൽവഡോർ എന്നിവിടങ്ങളിലേക്ക് അയച്ച ആളുകൾക്കുള്ള യാത്രാ നടപടിക്രമങ്ങൾ ക്രമീകരിച്ചതും വർധനവിന് ആക്കം കൂട്ടിയെന്ന് ICE പറഞ്ഞു. മെക്സിക്കോയിൽ നിന്ന് അനധികൃതമായി അതിർത്തി കടന്നതിന് നവംബറിൽ 46,602 അറസ്റ്റുകൾ അധികൃതർ നടത്തി. സമീപകാല 12 മാസ കാലയളവിൽ ഒരു ദിവസം ശരാശരി 37,700 പേരെ ICE തടവിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബംഗളൂരുവിൽ US കോൺസുലേറ്റ് തുറക്കുന്നു. ജനുവരിയോടെ ഇത് പ്രവർത്തന സജ്ജമാകും. വിസ ആവശ്യകത വർദ്ധിച്ചതിനെ തുടർന്നാണ് ബംഗളൂരുവിൽ US കോൺസുലേറ്റ് തുറക്കുന്നത്. ദീർഘകാലമായുള്ള ആവശ്യം പരിഗണിച്ചാണ് കോൺസുലേറ്റ് തുറക്കുന്നതെന്ന് ഇന്ത്യയിലെ US അംബാസഡർ എറിക് ഗാർസെറ്റി അറിയിച്ചു. നിലവിൽ ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി എന്നിവിടങ്ങളിലാണ് US കോൺസുലേറ്റുകൾ പ്രവർത്തിക്കുന്നത്. വർഷങ്ങളായി ഇന്ത്യയുടെ IT വരുമാനത്തിന്റെ 40% സംഭാവന ചെയ്യുന്ന IT തലസ്ഥാനമായ ബംഗളൂരുവിൽ US കോൺസുലേറ്റിന്റെ അഭാവം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വിസ ജോലികൾക്കായി ചെന്നൈയിലേക്കോ ഹൈദരാബാദിലേക്കോ പോകാൻ താമസക്കാരെ നിർബന്ധിതരാക്കുകയാണ്. ഇതിനാണ് ഇനി പരിഹാരമാകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.